പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വാതന്ത്ര്യമെന്ന ശുശ്രൂഷയിലൂടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ആയുസ്സും ആരോഗ്യവും അനുകൂല സാഹചര്യങ്ങൾ തന്ന സർവശക്തനായ ദൈവത്തെ മുന്നമേ സ്തുതിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഇന്ന് ഞാൻ പങ്കുവയ്ക്കുവാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നതായ വേദഭാഗം നമുക്കെല്ലാവർക്കും ഏറ്റവും സുപരിചിതമായ വേദഭാഗമാണ്. നമ്മുടെ സഭയുടെ ക്രമീകരണം അനുസരിച്ച് ഭവനകുദാശയിൽ ആ ഭവനത്തിൽ വെച്ച് വായിച്ചു കേൾക്കപ്പെടുന്നതായ ഏവെങ്കിലും ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ളതായ തിരുവചനങ്ങളാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ളതായ തിരുവചനങ്ങൾ. അതിൻ്റെ 1-ാം വാക്യം, അവൻ യെരീഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സഖായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. പ്രിയ ദൈവജനമേ, നമുക്കെല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാമല്ലോ. ഇതാ യേശു തമ്പുരാൻ കടന്നു വരുന്നു. ആ സ്ഥലത്ത് അവിടെ ധനവാനായ മനുഷ്യൻ പോരാ, ചുങ്കക്കാരിൽ പ്രധാനിയായ ആ ചുങ്കക്കാരുടെ പ്രമാണിയായ സഖായി എന്നുള്ളൊരു മനുഷ്യൻ യേശുവിനെ ഒന്ന് കാണുവാൻ അവൻ്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടായി. അവൻ ധനവാനാണ് എന്ന് മാത്രമല്ല, ചുങ്കക്കാരിൽ പ്രമാണിയുമാണെന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ചുങ്കം പിരിക്കുന്നവരെ തന്നെ ജനത്തിന് വെറുപ്പായിരുന്നു. കാരണം നിശ്ചയിച്ചതിലധികമായി അവർ ചുങ്കം പിരിച്ചിരുന്നുകൊണ്ട്, തോന്നിവാസം പിരിച്ചിരുന്നുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും ഇവരെ വെറുത്തിരുന്നു. അങ്ങനെയെങ്കിൽ ചുങ്കക്കാരിൽ പ്രമാണിയായ ആ സഖായിയെ, പാപത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന സഖായിയെ ജനമെല്ലാം ഒത്തിരി വെറുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എങ്കിലും ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു സഖായി. എങ്കിലും ആ മനുഷ്യനൊരു ആഗ്രഹമുണ്ടായി, ഇതുവഴി കടന്നു വരുന്ന യേശുവിനെ എനിക്ക് ഒന്ന് കാണണം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ ഓരോ വചന ശുശ്രൂഷയിലൂടെയും നാം ആഗ്രഹിക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, എൻ്റെ ദൈവമേ, ഈ ശുശ്രൂഷയിലൂടെ യേശുവേ നിന്നെയൊന്ന് കാണുവാൻ എനിക്ക് കൃപ നൽകണമേ എന്നുള്ളതായ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. നമുക്ക് സുപരിചിതമായൊരു പഴയ പാട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ഈ നാളുകളിലൊന്നും പാടിക്കേൾക്കുവാൻ ഇടയായിരുന്നില്ല. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ ആ പാട്ടൊന്ന് പാടിക്കേട്ടു. അതിൻ്റെ 4 ലൈൻ ഞാനൊന്ന് പാടാം. വളരെ മനോഹരമായൊരു പഴയ പാട്ടാണ്. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത ഭവനമതിൽ പരനോടുകൂടെ വാഴാൻ പോയാൽ മതി. പരൻ ശില്പിയായി പണിത ഭവനമതിൽ പരനോടുകൂടെ വാഴാൻ പോയാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എത്ര മനോഹരമായ ആ പഴയ പാട്ടാണ് നമ്മൾ പാടിക്കേട്ടത്. എനിക്കെൻ്റെ യേശുവിനെ ഒന്ന് കണ്ടാൽ മതി. അങ്ങനെ യേശുവിനെ കണ്ടെത്തുമ്പോൾ ഇഹത്തിലെ മായാസുഖങ്ങളോട് വിട പറയുവാൻ എനിക്ക് കൃപ നൽകണമേ. ആ പിതാവാം ദൈവം അവിടെ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതായ ആ സ്വർഗീയ ഭവനത്തിൽ ആ യേശുവിനോടൊപ്പം വാഴുവാൻ എനിക്ക് പോകണം. അതാണ് എൻ്റെ ആഗ്രഹം. ആ ഭക്തനത് പാടിയപ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നമ്മുടെ ഇനിയുള്ള ജീവിതത്തിൽ ഇന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടാകട്ടെ ഹൃദയത്തിൽ. എനിക്ക് എൻ്റെ യേശുവിനെ ഒന്ന് കണ്ടുമുട്ടണം, സഖായി ആഗ്രഹിച്ചതുപോലെ. അങ്ങനെ യേശുവിനെ കണ്ടുമുട്ടുവാൻ അവൻ ആഗ്രഹമുണ്ടായി. പിന്നീട് നാം വായിച്ചു കേൾക്കുന്നത്, വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം അവന് യേശുവിനെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അവനറിയാം, എനിക്ക് വളർച്ച കുറവാണ്, പൊക്കക്കുറവാണ്. അതുകൊണ്ട് ഈ പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ നടന്നു വരുന്നവനായ ആയിരക്കണക്കിന് ആളുകൾ തിക്കിത്തിരക്ക് നിൽക്കുമ്പോൾ പൊക്കത്തിൽ കുറവഞ്ഞവനായ എനിക്ക് എൻ്റെ യേശുവിനെ കാണുവാൻ സാധിക്കുന്നില്ല.
അതുകൊണ്ട് അവൻ ചെയ്യുന്നൊരു പരിപാടി നമുക്കറിയാം. എന്നാറെ അവൻ മുൻപോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തീന്മേൽ കയറി. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സക്കായിക്ക് തന്നെ സക്കായിയുടെ പൊക്കക്കുറവിനെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നുകൊണ്ട്, സക്കായിയുടെ കുറവിനെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നുകൊണ്ട് അവൻ യേശുവിനെ കാണുവാൻ തക്കവണ്ണം മുൻപോട്ടോടി ഒരു കാട്ടത്തീന്മേൽ കയറിയിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് എന്തുകൊണ്ടാണ് നമുക്ക് യേശുവിനെ പലപ്പോഴും കണ്ടെത്തുവാൻ സാധിക്കാതെ വരുന്നത്? നമ്മുടെയും ചില പൊക്കക്കുറവുകളായിരിക്കാം. ആ പൊക്കക്കുറവ് എന്ന് പറയുന്നത് നമ്മുടെ പാപം തന്നെയാണ്. കാരണം ദൈവം തമ്പുരാൻ വ്യക്തമായി നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതാ ഞാൻ വിശുദ്ധിയുള്ളവനാകയാൽ നിങ്ങളും വിശുദ്ധിയുള്ളവരാകണം. നിങ്ങളുടെ വിശുദ്ധിയാണ് എനിക്ക് ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയുള്ള ഇടങ്ങളിലെ തമ്പുരാൻ വസിക്കുകയുള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധിയുണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവ് എഴുന്നള്ളി വരികയുള്ളൂ. നമ്മുടെ ഭവനത്തിൽ നാം ആയിരിക്കുന്ന മേഖലകളിൽ വിശുദ്ധിയുണ്ടെങ്കിൽ മാത്രമേ ആ ഇടങ്ങളിലേക്ക് കർത്താവ് എഴുന്നള്ളി വരികയുള്ളൂ. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ വിശുദ്ധിയില്ലായ്മ മൂലം നമ്മുടെ കർത്താവിനെ ഒന്ന് കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് സമാധാനമില്ലാതെ അസമാധാനം നിറഞ്ഞതായ ജീവിതവുമായിട്ട് നാം മുന്നോട്ട് പോകുമ്പോൾ, നിരാശയും നെടുവീർപ്പുകളും ബുദ്ധിമുട്ടുകളും ആയിട്ട് നമ്മൾ പല ക്രിസ്തീയ ജീവിതങ്ങളും മുന്നോട്ട് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ആ കാര്യങ്ങൾ പരിഹരിക്കുവാൻ ഒരു മാർഗമുണ്ട്. നമുക്ക് മുന്നോട്ടോടാം. യേശുവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം മുന്നോട്ടോടണം. അവൻ കാട്ടത്തീന്മേൽ കയറിയതുപോലെ നമുക്കും കയറിയിരിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ഓടുക എന്നുള്ളതാണ്. നമുക്ക് ആരാധനാലയത്തിലേക്ക് ഓടുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, സക്കായി ചില റിസ്ക് എടുക്കുകയാണ്, ത്യാഗമെടുക്കുകയാണ്, മുന്നോട്ട് ഓടുകയാണ്. ആ കാട്ടത്തിന്മേൽ അവൻ വലിഞ്ഞു കയറുകയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിനെ കണ്ടെത്തണമെങ്കിൽ ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടതുണ്ട്. ദൈവാലയത്തിലേക്ക് കൃത്യമായി നാം കടന്നു പോകേണ്ടതുകൊണ്ട് സമയം കണ്ടെത്തണം. വീട്ടിൽ മടിപിടിച്ചിരിക്കരുതേ. ഒപ്പം തന്നെ സുവിശേഷ പന്തലുകളിലേക്ക്, കൺവെൻഷൻ നഗറുകളിലേക്ക്, പ്രിയപ്പെട്ട നമ്മുടെ സഭയിൽ നമ്മുടെ ആലയങ്ങൾ ക്രമീകരിക്കപ്പെടുന്നതായി സുവിശേഷ യോഗങ്ങളിലേക്ക്, ധ്യാന കേന്ദ്രങ്ങളിലേക്ക് നാം കടന്നു ചെന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനുള്ളതായ വലിയ ദാഹത്തോടെ കടന്നു ചെല്ലുമ്പോഴാണ് ഈ ക്രിസ്തുവിനെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ പലപ്പോഴും പിശാച് അതിന് സമ്മതിക്കുന്നില്ലല്ലോ. പിശാച് ഒരിക്കലും ആരാധനാലയത്തിലേക്ക് പോകുവാനോ സുവിശേഷ യോഗത്തിന് പോകുവാനോ പിശാച് ഒരിക്കലും സമ്മതിക്കുകയില്ല. കാരണം പിശാച് പല വ്യക്തി ജീവിതങ്ങളെയും കെട്ടിയിട്ടിരിക്കുന്നതായ കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. ദൈവജനമേ, അതുകൊണ്ട് ആ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടാകണം. യേശുവിനെ കണ്ടെത്തുവാൻ പോരാ, ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നാം ചില ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നാം മുന്നോട്ട് ഓടേണ്ടിയിരിക്കുന്നു. ഇതാ അവൻ അവിടെ കടന്നു ചെന്ന് ആ കാട്ടത്തീന്മേൽ കയറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ യേശു തമ്പുരാൻ ആ സ്ഥലത്ത് ആ വഴിയുടെ കടന്നു വരികയാണ്. കൃത്യം ആ സ്ഥലത്തെത്തിക്കഴിഞ്ഞപ്പോൾ യേശു തമ്പുരാൻ മുകളിലേക്ക് നോക്കിയിട്ട് ഒരു കാര്യം പറയുകയാണ്. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായി വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. ഏറ്റവും മനോഹരമായ വാക്യമാണല്ലോ. ഇതാ യേശുവിനെ ഒന്ന് കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് സക്കായി ഓടി ആ കാട്ടത്തിന്മേൽ കയറിക്കൂടിയത്. എന്നാൽ അപ്രകാരം അവൻ ആഗ്രഹിച്ചു. പക്ഷേ അതിലുപരിയായിട്ട് യേശു തമ്പുരാൻ അവിടെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ മുകളിലേക്ക് നോക്കിയിട്ട് സക്കായിയോട് പറയുകയാണ്, മോനെ സക്കായി, നീ വേഗം ഇറങ്ങി വാടാ, പോരാ, നിന്റെ വീട്ടിൽ ഇന്ന് എനിക്ക് പാർക്കേണ്ടതാകുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നാം ചിന്തിക്കണം. നാം ഒന്ന് ആഗ്രഹിക്കുമ്പോൾ, എനിക്കൊന്ന് യേശുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ആ യേശു തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം മനസ്സിലാക്കിയിട്ട് അവനിതാ നമ്മുടെ അടുക്കിലേക്ക് വരികയാണ്. മോനെ, മോളെ, നീ ആ കാട്ടത്തിൽ നിന്ന് ഇറങ്ങി വാ, എനിക്ക് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. ഞാൻ നിൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരാൻ പോവുകയാണ്, നിൻ്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വരാൻ പോവുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നാം ഇന്നായിരിക്കുന്നതായ ചില കാട്ടത്തി മരങ്ങളുണ്ട്. അത് പാപം തന്നെയാണ്. ആ പാപത്തിൻ്റെ കൂടാരങ്ങളിൽ നിന്നും നാം സുവിശേഷത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് നാം ഒരു മാനസാന്തര അനുഭവത്തിൽ പുതുക്കം
പ്രാപിച്ചുകൊണ്ട് നാം അവിടുന്ന് പതുക്കെ താഴേക്ക് ഇറങ്ങണം. ആ കുമ്പസാരക്കൂട്ടിലൂടെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ യേശു തമ്പുരാൻ ഇതാ 2 കരം നീട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. മോനെ മോളെ, നീ ഇറങ്ങിയുക, നീ ആ പാപത്തിൻ്റെ കൂടാരങ്ങളിൽ നിന്ന്, പാപത്തിൻ്റെ കട്ടത്തിൽ നിന്ന് ഇറങ്ങിയുക. നിനക്കൊന്ന് അനുദപിക്കുവാൻ സാധിക്കുമോ? ഞാൻ നിന്റെ അനുതാപം കണ്ടുകൊണ്ട് നിന്റെ പാപങ്ങളും തെറ്റുകളുമെല്ലാം ഞാൻ പരിഹരിച്ചു തരാം, നിന്നെ അനുഗ്രഹിക്കാം. പോരാ, നിന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരാം എന്ന് മാത്രമല്ല, നിന്റെ ഭവനത്തിലേക്ക് ഞാൻ എഴുന്നള്ളി വന്ന് അവിടെ ഞാൻ പാർക്കുവാൻ തയ്യാറാണ്. എത്ര മനോഹരമായ വാഗ്ദാനമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് യേശു തമ്പുരാൻ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് വലിയ ആഗ്രഹത്തോടെ ഇരിക്കാം. ഇനിയുള്ള നാളുകളിൽ ഇതുപോലെ എന്നും സുവിശേഷം കേൾക്കുവാൻ വലിയ ദാഹമുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിശുദ്ധ സഭ നമുക്ക് വേണ്ടി ക്രമീകരിക്കുന്നതായ ഓരോ സുവിശേഷ പന്തലിലേക്കും വലിയ ദാഹത്തോടെ കടന്നു ചെല്ലണമേ, ആരാധനാലയത്തിൽ കടന്നു ചെല്ലണമേ എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. പ്രിയപ്പെട്ടവരെ, അവൻ ബന്ധപ്പെട്ടിറങ്ങുകയാണ്, അവൻ ഉത്സാഹത്തോടെ ഇറങ്ങുകയാണ്. യേശു തമ്പുരാൻ്റെ വിളി കേട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ അടങ്ങിയിരിക്കുന്നില്ല. അവൻ വളരെ വേഗം ബന്ധപ്പെട്ട് ഉത്സാഹിച്ച് താഴേക്ക് ഇറങ്ങി വന്ന് അവനെ കൈക്കൊള്ളുകയായിരുന്നു, യേശുവിനെ സ്വീകരിക്കുകയായിരുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വചനം പറയുന്നു, കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞു. എല്ലാവരും യേശുവിനെ പരിഹസിക്കുകയാണ്, പിറുപിറുക്കുകയാണ്. പരീശന്മാർ സദൂക്യരൊക്കെ ആയിരിക്കാം, ഇതാ അവൻ പാപിയായ ഒരു മനുഷ്യൻ്റെ കൂടെയല്ലേ പോയത്, അത് ശരിയാണോ എന്നെല്ലാം പറഞ്ഞ് പിറുപിറുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ അത്ഭുതം നടക്കുകയാണ്. സക്കായിയോ നിന്നുകൊണ്ട് കർത്താവിൻ്റെ കാര്യം പറയുകയാണ്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുത്തു കൊള്ളാം, അല്ലെങ്കിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവിടെ നാം കാണുന്നത് യേശുവിനെ കണ്ടെത്തിയ സമയം തന്നെ സക്കായിക്കൊരു മാനസാന്തര അനുഭവം ഉണ്ടാവുകയാണ്. യേശുവിനെ കണ്ടെത്തിയതായ സമയം തന്നെ സക്കായിക്കൊരു മാനസാന്തരം ഉണ്ടാവുകയാണ്. അതാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത്. സക്കായി പറഞ്ഞു, ഇതാ ഞാൻ എൻ്റെ തൊഴിലിതൊക്കെ ആയിരുന്നുവല്ലോ, ചുങ്കക്കാലിൽ പ്രമാണിയായിരുന്നു, പലരുടെയും ഇടക്കിൽ നിന്ന് അനാവശ്യമായി ഒത്തിരി പിടിച്ചു പറിച്ചിട്ടുണ്ട്, പലരെയും ഉപദ്രവിച്ചിട്ടുണ്ട്. കർത്താവേ, എൻ്റെ വസ്തു എന്ന് പറയുന്നത്, എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് പലരുടെയും എല്ലാം ഞെക്കിപ്പിഴിഞ്ഞുണ്ടാക്കിയതാണ്, എല്ലാം അനർഹമായ സ്വത്താണ്, അതിൽ പാതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുത്തുകൊള്ളാം. വീണ്ടും പറയുകയാണ്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടക്കി കൊടുത്തുകൊള്ളാം, 1 4 വീതം മടക്കി കൊടുത്തുകൊള്ളാം എന്ന് പറയുകയാണ്. അതാണ് യഥാർത്ഥമായ മാനസാന്തരം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ഒരു മാനസാന്തര അനുഭവം നമുക്കുണ്ടാകുന്നുണ്ടോ? നാം അത് പരിശോധിക്കേണ്ടതല്ലേ? പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് സുവിശേഷ പന്തലുകളിൽ പ്രൈസ് ദി ലോർഡും ഹല്ലേലൂയയും മാത്രമുണ്ടാകുന്നു. അതാണ് മാനസാന്തരമെന്ന് പലരും തെറ്റിദ്ധരിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് മാനസാന്തരമായിട്ട് ആരും ചിന്തിക്കരുതേ. എന്താണ് മാനസാന്തരം എന്നത് കഴിഞ്ഞ 2 ശുശ്രൂഷകൾ ഞാൻ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തന്നതാണ്. പ്രിയപ്പെട്ടവർ, നിർവചനം പറഞ്ഞതാണ്. മാനസാന്തരം എന്നത് ആത്മാവിൽ വീണ്ടും ജനിച്ച് തൻ്റേതായ ജീവിത സാഹചര്യത്തിൽ യേശുവിനെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു പുതിയ ജീവിത രീതിയുടെ ഉടമയായി തീരുകയാണ്. ഞാൻ മറ്റുള്ളവരെക്കാളെല്ലാം വളരെ മെച്ചപ്പെട്ട പാപിയാണെന്നല്ല, ഞാൻ ഏറ്റവും വലിയ പാപി എന്ന ചിന്തയാണ് മാനസാന്തരം വഴി ലഭിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, മാനസാന്തരപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞതുപോലെ മാനസാന്തരം ഉണ്ടാകുമ്പോൾ അനുതാപ ഹൃദയം ഉണ്ടാകണം. അനുതാപ ഹൃദയം ഉണ്ടായിക്കഴിയുമ്പോൾ വല്ലതും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ തിരികെ കൊടുക്കുവാൻ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, ആരോടെങ്കിലും വഴക്കടിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയും ഹൃദയത്തെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പപേക്ഷിക്കുവാൻ തയ്യാറാകണം. മാതാപിതാക്കളെ ബഹുമാനിക്കാതിരുന്നുണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കണം. അവരെ നമ്മൾ കുറ്റം വിധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല മോശമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കുവാൻ നാം തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, പോരാ, ഞാനും നിങ്ങളും ആയിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ ആ സാഹചര്യങ്ങൾ എത്ര മോശമായിരുന്നാലും, പ്രലോഭനങ്ങൾ എന്തെല്ലാം വന്നു കഴിഞ്ഞാലും അതിനോടെല്ലാം അനുരൂപപ്പെടാതെ അവിടെയെല്ലാം യേശുവിനെ പ്രതിഫലിപ്പിക്കുന്ന വ്യക്തിയായിട്ട് മാറുമ്പോഴാണ് മാനസാന്തര അനുഭവം ഉണ്ടാകുന്നത്. പോരാ, ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ മറ്റുള്ളവരെക്കാളും ഒരു മികച്ച പാപിയാണെന്നുള്ള ബോധ്യമല്ല വേണ്ടത്.
ഞാൻ പാപികളിൽ ഒന്നാമത്തവനാണ് എന്നുള്ളതായ ആ ഒരു ബോധ്യം പൗലോസ്ലീഹായെ പോലെ ഉണ്ടാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ മാനസാന്തര അനുഭവം ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവൻ്റെ മാനസാന്തര അനുഭവം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ യേശു തമ്പുരാൻ ഒരു മറുപടി പറയുന്നുണ്ട്. ഇവനും അബ്രാഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയത് ഞാൻ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു തമ്പുരാൻ പരീശന്മാരുടെ വെറുപ്പും പരിഹാസമെല്ലാം കേട്ടിരുന്നു. യേശു തമ്പുരാൻ പറഞ്ഞു, ഇവനും അബ്രാഹാമിൻ്റെ പുത്രനാകയാൽ ഇവന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം പിതാവിനെ പോലെ ഇവനും ഇതാ വിശ്വാസം കൊണ്ടാണ് ആ യേശുവിനെ കാണുവാൻ ആഗ്രഹമുണ്ടായത്. അവൻ്റെ വിശ്വാസം മൂലം തന്നെ ഈ ഭവനത്തിൽ നിന്ന് രക്ഷ വന്നിരിക്കുകയാണ്. വീണ്ടും കർത്താവ് പറയുകയാണ്, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷിക്കുവാൻ ഒരു വകയുണ്ട്. ഞാനും നിങ്ങളും ഇന്ന് കാണാതെ പോയ ആടിനെ പോലെയാണോ? ഇന്ന് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിലും സാരമില്ല. ഒന്ന് മനം തിരിഞ്ഞ് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഇതാ കാണാതെ പോയ ആടിനെ അന്വേഷിച്ചിറങ്ങിയവനായ ആ നല്ല ഇടയൻ, പ്രിയപ്പെട്ടവരെ, അവനിന്ന് നമ്മുടെ പാപങ്ങളും കുറവുകളും എല്ലാം ഏറ്റെടുക്കുവാൻ, നമ്മൾ അത് പരിഹരിച്ചു തരുവാൻ തയ്യാറാണ്. സക്കായിയെ പോലെ ആഗ്രഹം നമുക്കുണ്ടായാൽ മതി, എനിക്ക് ഇന്ന് എൻ്റെ യേശുവിനെ കാണണമെന്ന്. പ്രിയപ്പെട്ടവർ, ഞാൻ വീണ്ടും ആ മാനസാന്തര അനുഭവത്തിലേക്ക് തന്നെ ഒന്ന് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുകയാണ്. സക്കായി യേശുവിനെ കണ്ടെത്തിയപ്പോൾ അവന് മാനസാന്തര അനുഭവം ഉണ്ടായി. എങ്കിൽ നമുക്കും ആ മാനസാന്തര അനുഭവം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, POC ബൈബിളിൽ പ്രഭാഷകന്റെ പുസ്തകം, ഇതുപോലെ തന്നെ നാം ഉപയോഗിക്കുന്നതായ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭ ഉപയോഗിക്കുന്നതായ വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു ബാറസീറയുടെ പുസ്തകത്തിൽ ഇതാ 15-ാം അധ്യായം 20-ാമത്തെ തിരുവചനം 15-20 യേശു ബാറസീറ പുസ്തകം 15-ാം അധ്യായം 20-ാമത്തെ വാക്യം, പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അവൻ അനുവാദം കൊടുത്തിട്ടുമില്ല. പ്രിയപ്പെട്ടവൻ തിരിച്ചറിയേണ്ടത്, ഇതാ പാപം ചെയ്യുവാനായിട്ട് ദൈവം തമ്പുരാൻ ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. പിന്നെ എന്തേ നാം പാപം ചെയ്തു പോകുന്നത്? അത് പിശാചാണ് അത് അനുവദിക്കുന്നത്. ഓരോ പ്രലോഭനങ്ങളിലേക്കും ഓരോ തെറ്റുകളിലേക്കും ഈ ദൈവജനത്തെയെല്ലാം പിശാച് പ്രലോഭിച്ച് തള്ളിക്കൊണ്ടു പോവുകയാണ്. അതൊന്ന് ചെയ്തോ കുഴപ്പമില്ല, അതൊന്ന് കണ്ടോ കുഴപ്പമില്ല, ഒരു പ്രാവശ്യം മതി, നല്ലതാണ്, അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ടേസ്റ്റ് നല്ലതാണ്, ഇതൊരു വിവാഹാഘോഷമല്ലേ, ഇതൊരു പാർട്ടിയല്ലേ, നല്ലതാണ്, നാളെ വേണ്ട, ഇന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പ്രലോഭനങ്ങളിലേക്കും പിശാച് നമ്മെ കൊണ്ടുപോകുന്നു. പക്ഷേ ദൈവം തമ്പുരാൻ പാപം ചെയ്യുവാൻ ആരോടും കൽപ്പിച്ചിട്ടില്ല, അതിന് അവൻ അനുവാദം തന്നിട്ടുമില്ല. ദൈവജനമേ, അതുകൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട്, ഞാൻ യേശുവിനെ കണ്ടു എന്ന് എനിക്ക് ബോധ്യമുണ്ട് എങ്കിൽ, ഞാൻ ഇത്രയും കാലം സുവിശേഷം കേട്ട് പള്ളിയിൽ പോയി ആരാധിച്ച് മുന്നോട്ട് പോയപ്പോൾ എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഞാൻ യേശുവിനെ കണ്ടെത്തിയ ദൈവയിലായിരുന്നുവല്ലോ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെയാണെങ്കിൽ തിരിച്ചറിയേണ്ടത്, സക്കായിക്ക് ഉണ്ടായതുപോലെ ഒരു മാനസാന്തര അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഒരു പക്ഷേ പരസ്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം, പക്ഷേ രഹസ്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം, പാപം ചെയ്യുവാൻ ഇനി പോകരുത്. വീണ്ടും ബാറസീറയുടെ പുസ്തകം തന്നെ 15-ാം അധ്യായം 15 മുതലുള്ളതായ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കുവാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്, അത് മറ്റാരുമല്ല. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അയ്യോ, എനിക്ക് ചില പാപ ഇമ്പങ്ങൾ വിട പറയുവാൻ സാധിക്കുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല, എൻ്റെ കണ്ണിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നില്ല, എൻ്റെ നാവിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നില്ല, അതുപോലെ എനിക്ക് ചിന്തകളെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നില്ല, എന്ത് ചെയ്യാൻ സാധിക്കും, ഞാൻ ബലഹീനനാണല്ലോ എന്ന് നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പങ്കുവെക്കുകയാണ്, മനസ്സ് വെച്ചാൽ നിനക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുവാൻ സാധിക്കും. ദൈവതിരുനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് ഈ ശുശ്രൂഷയിൽ ഒരു തീരുമാനമെടുക്കാമോ? നിനക്ക് മനസ്സ് വയ്ക്കുവാൻ സാധിക്കുമോ? നീയാണ് ചിന്തിക്കേണ്ടത്. ഞാൻ മാനസാന്തരപ്പെട്ട വ്യക്തിയാണല്ലോ, ഞാൻ ഇനി പാപത്തിലേക്ക് പോകാൻ പാടില്ലല്ലോ എന്ന് മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കുവാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്, മറ്റാരുമല്ല. ദൈവത്തോട് വിശ്വസ്തതയുള്ളവനായി, മനുഷ്യനോട് വിശ്വസ്തതയുള്ളവനായി, സമൂഹത്തോട് വിശ്വസ്തതയുള്ളവനായി ജീവിക്കണോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കേണ്ടത് നീയാണ്. കാരണം നീ യേശുവിനെ കണ്ടെത്തിയവളാണ്. പ്രിയപ്പെട്ടവരെ, തീരുമാനമെടുക്കുവാൻ സാധിക്കുമോ? അതിന് 16-ാം വാക്യം പറയുന്നു, അഗ്നിയും ജലവും അവിടെ നിന്ന് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു,
ഇഷ്ടമുള്ളത് എടുക്കാം. വീണ്ടും പറയുകയാണ് 17-ാം വാക്യം, ജീവനും മരണവും മനുഷ്യൻ്റെ മുമ്പിലുണ്ട്, ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, അഗ്നിയും ജലവും നിന്റെ മുമ്പിലുണ്ട്, ഇഷ്ടമുള്ളത് എടുത്തോ. വീണ്ടും പറയുകയാണ്, ജീവനും മരണവും നിന്റെ മുമ്പിലുണ്ട്, മനുഷ്യൻ്റെ മുമ്പിലുണ്ട്. നമുക്കറിയാം, ജീവനാണ് വേണ്ടത്, നിത്യജീവനാണ് വേണ്ടത്. ഒപ്പം തന്നെ ഈ ലോക ജീവിതത്തിൽ സന്തോഷമാണ് വേണ്ടത്, സമാധാനമാണ് വേണ്ടത്, ആനന്ദമാണ് വേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടത്? യേശുവിനെ കണ്ടെത്തണം. പോരാ, യേശുവിനെ കണ്ടെത്തിയിട്ട് മാനസാന്തര ജീവിതം നയിക്കണം സക്കായിയെ പോലെ. അതോ മരണമാണോ വേണ്ടത്? നിത്യമരണമാണോ വേണ്ടത്? ഒപ്പം തന്നെ ആ നിത്യമരണത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഈ ലോക ജീവിതത്തിൽ നൈമിഷികമായ സുഖസൗകര്യങ്ങളുടെ പിന്നാലെ, പ്രലോഭനങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ഇവിടെയും സമാധാനമില്ല. താൽക്കാലികമായ സന്തോഷമുണ്ടായേക്കാം, പക്ഷേ സമാധാനമില്ല. പ്രിയ ദൈവ പൈതലെ, ഒരു തീരുമാനമെടുക്കണം കേട്ടോ. നിന്റെ മുമ്പിൽ ജീവനും മരണവും ഉണ്ട്, തീരുമാനമെടുക്കാവുന്നതാണ്. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട, നമുക്ക് തീരുമാനമെടുക്കേണ്ട സമയം ആഗതമായിരിക്കുന്നു. സഖായി യേശുവിനെ കണ്ടെത്തിയപ്പോൾ അവനൊരു മാനസാന്തര അനുഭവം ഉണ്ടായതുപോലെ ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ യേശുവിനെ കണ്ടെത്തിയ ദൈവ പൈതലെ ഒരു തീരുമാനമെടുക്കണം. ഇതാ ബാർ അസീറയുടെ പുസ്തകം തന്നെ 21-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. ബാർ അസീറെ 21-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി നീ ചെയ്യരുത്. ദൈവജനമേ, ഇതുവരെയും നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വന്നു പോയിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ദൈവത്തിന് വചനം പറയുകയാണ്, മോനെ മോളെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. വീണ്ടും പറയുക, പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി നീ പ്രാർത്ഥിക്കണം. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി നീ പ്രാർത്ഥിക്കണം. നീ ആലയത്തിലേക്ക് കടന്നു ചെല്ലണം, വിശുദ്ധ കുമ്പസാരം നടത്തണം. ജീവിതത്തിൽ വന്നുപോയ പഴയ പാപങ്ങൾ ഓരോന്നോരോന്ന് വെറുത്തുപേക്ഷിക്കണം, ഏറ്റുപറഞ്ഞ് വെറുത്തുപേക്ഷിക്കണം. അതിനുള്ള സമയം ആഗതമായി, നാളത്തേക്ക് മാറ്റിവെക്കരുത്. വീണ്ടും ശക്തമായിട്ട് വചനം പറയുകയാണ്, സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. അടുത്ത് ചെന്നാൽ അത് കടിക്കും, അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്, അത് ജീവൻ അപഹരിക്കും. ദൈവജനമേ, എത്ര ശക്തമായ വചനമാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഇതാ, സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലണം. നമ്മുടെ ഇനിയുള്ള ജീവിതയാത്രയിൽ ഈ സുവിശേഷ സന്ദേശം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഭവനത്തിലായിക്കോട്ടെ, ജോലി സ്ഥലത്തായിക്കോട്ടെ, പാടത്തോ പറമ്പിലോ പണിസ്ഥലത്തോ ഓഫീസിലോ യാത്രയിലോ എവിടെയുമായിക്കോട്ടെ, പാപത്തിൻ്റെ പ്രലോഭനം കടന്നു വരുമ്പോൾ തിരിച്ചറിയേണ്ടത്, എനിക്കത് പാടില്ല. സർപ്പത്തെ കാണുമ്പോൾ നാം ഓടി അകലുന്നത് പോലെ, പാമ്പിനെ കാണുമ്പോൾ ഓടി അകലുന്നത് പോലെ, പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന്, പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട ഒരു വിശ്വാസി ഓടി അകന്നേ മതിയാകൂ. വീണ്ടും പറയുകയാണ്, അടുത്ത് ചെന്നാൽ അത് കടിക്കും, അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്, അത് ജീവൻ അപഹരിക്കും. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ജീവൻ അപഹരിക്കപ്പെടണമോ? വേണ്ടല്ലോ. നമുക്ക് നിത്യജീവനല്ല വേണ്ടത്, സന്തോഷമല്ല വേണ്ടത്, ആനന്ദമല്ല വേണ്ടത്, വേണം സഹോദരൻ. അതുകൊണ്ട് ഇനിയുള്ള ജീവിത നാളുകൾ നമുക്ക് അപ്രകാരമായിരിക്കണമെങ്കിൽ യേശുവിനെ സക്കായി കണ്ടെത്തിയതുപോലെ ഇന്ന് നമുക്ക് യേശുവിനെ കണ്ടെത്താൻ സാധിച്ചുവല്ലോ. ആ യേശുവിനെ കണ്ടെത്തി ഒരു മാനസാന്തരമുള്ള ജീവിതം നയിക്കുവാൻ തീരുമാനമെടുക്കാം. നമ്മളാണ് തീരുമാനമെടുക്കേണ്ടത്, ഞാനും നിങ്ങളുമാണ് തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് ഒരു വട്ടം കൂടി പ്രാർത്ഥിക്കാം. നമുക്ക് ആ പാട്ട് ഒന്നുകൂടി പാടിയിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത ഭവനമതിൽ പരനോടുകൂടെ വാഴാൻ പോയാൽ മതി. പരൻ ശില്പിയായി പണിത ഭവനമതിൽ പരനോടുകൂടെ വാഴാൻ പോയാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇതാ നിൻ്റെ പ്രിയപ്പെട്ട മക്കൾ ശുശ്രൂഷയിലൂടെ നിന്നെ കണ്ടെത്തുവാൻ തക്കവണ്ണം, സഖായിയെ പോലെ യേശുവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ശുശ്രൂഷയിലായിരുന്നപ്പോൾ, യേശു തമ്പുരാനെ, ഉടയ തമ്പുരാനെ, നിൻ്റെ മക്കൾക്കെല്ലാവർക്കും നിന്നെ കണ്ടെത്തുവാൻ ഒരു കൃപ കൊടുത്തുവല്ലോ. നന്ദി പറയുന്ന കർത്താവേ. ഇന്ന് അതുകൊണ്ട് ഈ മക്കളെല്ലാം തീരുമാനമെടുക്കും.
കൊടുക്കുകയാണ്. ഇനിയുള്ള നാളുകളിൽ സക്കായിക്ക് നിന്നെ കണ്ടപ്പോൾ ഉണ്ടായതായ മാനസാന്തര അനുഭവം പോലെ എൻ്റെ ദൈവമേ, ഈ മക്കളെല്ലാം തീരുമാനമെടുത്തുവല്ലോ. ഇനിയുള്ള നാളുകളിൽ പാപത്തെ കാണുമ്പോൾ അത് പാമ്പാണെന്ന് സർപ്പമാണെന്ന് കരുതിക്കൊണ്ട് സർപ്പത്തിൽ നിന്ന് കണ്ണം പാപത്തിൽ നിന്ന് ഓടിയകലുവാൻ തക്കവണ്ണം നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് കൃപ കൊടുക്കുമാറാകണമേ. ദൈവം തമ്പുരാനെ, ഇനി ആരും പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ ഉൾപ്പെട്ടു പോകുവാൻ ഇടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടയ തമ്പുരാനെ, എല്ലാവരെയും കാത്ത് പരിപാലിക്കുമാറാകണമേ. ഓരോ ദിനങ്ങളിലും സുവിശേഷത്തിലുള്ള വലിയ ദാഹം കൊടുക്കണമേ. വചനം വായിക്കുവാനും കേൾക്കുവാനും വലിയ കൊതി കൊടുക്കണമേ. പ്രാർത്ഥിക്കുവാൻ കൃപ കൊടുക്കണമേ. ദൈവമേ, ഓരോ ഞായറാഴ്ചകളിലും പരിശുദ്ധ ആലയത്തിലേക്ക് കുടുംബസമേതം എല്ലാവരും കടന്നു പോകാൻ തക്കവണ്ണം കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഇവരെ നിറയ്ക്കണം കർത്താവേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികളെ സൗഖ്യമാക്കണമേ. കുടുംബ സമാധാനം കൊടുക്കണമേ. തകർന്നുടഞ്ഞു പോയ ജീവിതങ്ങൾക്ക് ഒരു പുതിയ കൈത്താങ്ങൾ കൊടുക്കണമേ. എല്ലാവരെയും കോരിയെടുക്കണമേ, ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വിശ്വാസികളും നിത്യജീവൻ കാക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ഒരു മാനസാന്തര ജീവിതം നയിക്കുവാൻ തക്കവണ്ണം എല്ലാവരുടെ മനസ്സലിയുമാറാകണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കുമാറാകണമേ. ആയത് ശുദ്ധിമതിയായ ദൈവമാതാവിൻ്റെയും സകല വിശുദ്ധന്മാരുടെയും മധ്യസ്ഥങ്ങൾ യാചിക്കുന്നു. സകലവും യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ ചോദിക്കും. പിതാവാം ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമളി ചെയ്യുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.